കണ്ടോ മെന്നു? അതാ ദാ 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 അവിടെ ആ സ്വർണ്ണ മത്സ്യം കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. എവിടെ എവിടെ? സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ. അതാ അവിടെ. നീറ്റിൽ കിടക്കുന്നത് എന്താണ്ടോ? അത് മാനത്തെ മാണിക്യ മുത്താണ്ടോ? ഹായ്, തുള്ളി എന്ന പാട്ടൊക്കെ പാടിയിട്ടാണല്ലോ. നിങ്ങൾ എന്താ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉറ്റുനോക്കണേ? അവിടെ മാണിക്യമുത്തുണ്ടോ? മുത്തുപോലെ ഭംഗിയുള്ളൊരു മീൻ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിയത്. ഇതാ ഇപ്പൊ ഈ വെള്ളത്തിന്റെ മുകളിൽ വന്നതാ. അതിരിക്കട്ടെ, ഏത് പാട്ടാ തുള്ളി പാടിയത്? കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പാടിയ പാട്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാ. കുഞ്ഞുണ്ണി മാഷിനെ അറിയില്ലേ? അറിയാം. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത എനിക്ക് ഒരുപാട് ഇഷ്ടാ. ഠായി ഠായി മിഠായി, തിന്നപ്പോഴെന്തിഷ്ടായി, തീർന്നു കഴിഞ്ഞപ്പോ കഷ്ടായി. ചങ്ങാതിമാർക്കറിയോ കുഞ്ഞുണ്ണി മാഷിനെ? കുട്ടികളുടെ നല്ല ചങ്ങാതിയായിരുന്നു അദ്ദേഹം. കുഞ്ഞു കുഞ്ഞു വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥങ്ങളുള്ള കവിത ഉണ്ടാക്കുമായിരുന്നു. കുട്ടി കവിതകൾ. അധ്യാപകനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും മാഷ് എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികൾ നന്നായി പഠിക്കണം, നന്നായി കളിക്കണം, കുസൃതികൾ കാട്ടണം, പ്രകൃതിയെ അറിയണം, നന്മയുള്ളവരാകണം, നേരത്തെ എണീക്കണം, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കുട്ടി കവിതകളിലൂടെ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. എത്ര കവിതകൾ കുട്ടികൾക്കായി അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നോ? 1-2 ഞാൻ ചൊല്ലാം. നിങ്ങൾ ഏറ്റു ചൊല്ലുമോ? പൂച്ച നല്ല പൂച്ച, പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവെച്ച പാത്രം, പാലുവെച്ച പാത്രം, വൃത്തിയാക്കി വെച്ചു, വൃത്തിയാക്കി വെച്ചു. ഇനി വേറൊരെണ്ണം. കാക്ക പാറി വന്നു, കാക്ക പാറി വന്നു, പാറമേലിരുന്നു, പാറമേലിരുന്നു. കാക്ക പാറിപ്പോയി, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി, പാറ ബാക്കിയായി. തുള്ളി, നമ്മളെല്ലാരും സംസാരിക്കുന്ന ഭാഷ ഏതാ? മലയാളം അല്ലേ? മലയാള ഭാഷയെ കുഞ്ഞിന്റെ മാഷിന് ഒരുപാട് ഇഷ്ടായിരുന്നു. അതുകൊണ്ടല്ലേ മിയ നമ്മളും ഒരു തുള്ളി പാഠത്തിലൂടെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്? മലയാള അക്ഷരങ്ങളുമായി എല്ലാവർക്കും നല്ല പരിചയമുണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു തുള്ളി പാഠം. ഇന്ന് ഏതക്ഷരമാണ് എഴുതുന്നത്? ഈ അല്ലേ? തുള്ളി പെൻസിൽ റെഡിയായോ? ഞാൻ റെഡി. ഈ എഴുതാൻ ആദ്യം നമ്മൾ ഈ എഴുതണം. എങ്ങനെ? ഇതാ ഇങ്ങനെ. ഇങ്ങനെ തുടങ്ങി പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ച് താഴേക്ക് വന്ന് ഒരു വര. ഇനി ഇതിനോട് കൂടെ ഒരു ചിഹ്നം കൂടി ഇടണം. എന്താ അത്? ഇങ്ങനെ ആദ്യം ഒന്ന് ചെറുതായി, പിന്നെ ഇത്തിരി വലുതായി. ഈ ചിഹ്നം ഈയുടെ കൂടെ ചേർത്താൽ ഈ ആയി. ഒന്നുകൂടി നോക്കാം. ഇതാ ഇങ്ങനെ ഈ എഴുതണം. എന്നിട്ട് ഇങ്ങനെ വരച്ച് പിന്നെ താഴേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ. ഒന്നുകൂടി നോക്കാം. ഇത് ഏതാ അക്ഷരം? ഈ. എങ്ങനെയാ എഴുതുന്നേ? ഈ വെച്ച് ഏത് വാക്കാണുള്ളത്? ഈച്ച, ഈറ്റ, ഈണം. ഇനി ഒരു അക്ഷരപ്പാട്ടല്ലേ? ഈണം മൂളുവതാരാണ്? ഈണം മൂളുവതാരാണ്? ഈച്ചച്ചാരാം ചങ്ങാതി, ഈച്ചച്ചാരാം ചങ്ങാതി. ഈർഷ്യ പിടിച്ചു മുത്തശ്ശി, ഈർഷ്യ പിടിച്ചു മുത്തശ്ശി. ഈ വഴി ദൂരെ പോയിച്ചേ, ഈ വഴി ദൂരെ പോയിച്ചേ. ഈ വെച്ച് തുടങ്ങുന്ന വാക്കുകളും
അക്ഷരപ്പാട്ടുകളും തുള്ളിയിലേക്ക് അയച്ചു തരാൻ ഓർക്കണേ ചങ്ങാതിമാരെ. വിലാസം പറയട്ടെ. തുള്ളി, PB നമ്പർ 501, തിരുവനന്തപുരം 14. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പൂപ്പൻ അരിച്ചാക്കുമായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ഒരു കഴുതപ്പുറത്തായിരുന്നു യാത്ര. പട്ടണത്തിലെത്തിയപ്പോഴേക്കും നേരം രാത്രിയായി. അതുകൊണ്ട് അവിടെ ചന്തയ്ക്കടുത്തുള്ള ഒരു സത്രത്തിൽ തങ്ങാൻ അപ്പൂപ്പൻ നിശ്ചയിച്ചു. ഓഡി Q3യുടെ വിശേഷങ്ങളുമായി ഹോട്ട് വീൽസ് ഇന്ന് വൈകിട്ട് 6 മണിക്ക്. അന്യനാട്ടുകാർ സ്വന്തം ചിലവിൽ തിരിച്ചയച്ചവർ സ്വന്തം നാട്ടിൽ വിദേശികളെന്ന പേരിൽ വീണ്ടും തടവിലാക്കപ്പെട്ടു. സ്ത്രീജന്മം നാട്യങ്ങളില്ലാതെ നാടകങ്ങളില്ലാതെ ലോകത്തിന്റെ പാതി അവകാശികൾ സ്ത്രീ സ്വത്വം പ്രകാശിപ്പിക്കുന്നു. ചരിത്രത്തിന്റെ ശിലാലിഖിതങ്ങളിൽ പുതിയ അടയാളപ്പെടുത്തലുമായി ഞാൻ സ്ത്രീ. സ്ത്രീയെ സ്ത്രീയായി പ്രകാശിപ്പിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ മെഗാ ഷോ ഞാൻ സ്ത്രീ. പുതിയ കാലത്തിന്റെ നീതിബോധങ്ങൾ തിരുത്താൻ അവൾ വരുന്നു. ഇരുണ്ട കാലത്തിലൊരു മിന്നൽ പിണറായി ഞാൻ സ്ത്രീ. വിജയം മത്സരാർത്ഥിക്ക്, സമ്മാനം നാടിനും നാട്ടുകാർക്കും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ. ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേഞ്ചുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. എൻ്റെ പ്രസ്ഥാനത്തിന് എതിർപ്പുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ഉള്ളത് ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകളാണ് മാധ്യമം നടത്തുന്നത്. അതിൻ്റെ തനി പകർപ്പ് തന്നെയാണ് മീഡിയ ഓൺ എന്ന് പറഞ്ഞാൽ മാധ്യമം ഒന്ന് എന്ന് തന്നെയാണ് മലയാളത്തിലൊക്കെ പറഞ്ഞാൽ. കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. ഇന്ന് ഞങ്ങൾ കുഞ്ഞുണ്ണി മാഷിന്റെ പാട്ട് കേട്ടു, ഉത്സാഹിച്ചു പഠിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞതാ തുള്ളി. ശരിയാ, ഒരു കഥ പറഞ്ഞതാ തുള്ളി. കഥ വേണോ? ദാ കണ്ടോളൂ. പണ്ടൊരു ഗ്രാമത്തിൽ ഒരപ്പൂപ്പൻ ജീവിച്ചിരുന്നു. നെല്ല് കൊയ്താൽ അപ്പൂപ്പൻ അതെല്ലാം കൂട്ടി വയ്ക്കും. വീട്ടിൽ ആവശ്യത്തിന് വേണ്ടതെല്ലാം പത്തായത്തിലാക്കും. ബാക്കിയുള്ളതെല്ലാം അരിയാക്കി ചാക്കിൽ കെട്ടി പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. ഇതായിരുന്നു അപ്പൂപ്പന്റെ പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പൂപ്പൻ അരിച്ചാക്കുമായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ഒരു കഴുതപ്പുറത്തായിരുന്നു യാത്ര. പട്ടണത്തിലെത്തിയപ്പോഴേക്കും നേരം രാത്രിയായി. അതുകൊണ്ട് അവിടെ ചന്തയ്ക്കടുത്തുള്ള ഒരു സത്രത്തിൽ തങ്ങാൻ അപ്പൂപ്പൻ നിശ്ചയിച്ചു. മഹാസൂത്രക്കാരനായിരുന്നു കേട്ടോ സത്രമുടമ. അപ്പൂപ്പനെ കണ്ടപ്പോൾ ഒരു പാവമാണെന്ന് അയാൾക്ക് തോന്നി. ഇയാളെ ഒന്ന് പറ്റിക്കണം, കുറെ പണം ഇയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം, അയാൾ നിശ്ചയിച്ചു. അന്ന് രാത്രി അപ്പൂപ്പൻ സത്രത്തിൽ തങ്ങി. നേരം പുലർന്നപ്പോൾ അപ്പൂപ്പൻ അവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങി. സത്രമുടമയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ പോകട്ടെ? വാടക എത്രയാ മോനെ?
മുറിയുടെ വാടക 5 ഉറുപ്പിക, പിന്നെ ഭക്ഷണത്തിൻ്റെത് വേറെ 5 ഉറുപ്പിക. സത്രമുടമ ഒരു കള്ളച്ചിരി പാസാക്കി. എന്താ മോനെ ഇത്? അതിന് ഞാനിവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. അപ്പൂപ്പൻ അമ്പരപ്പായി. അതുകൊണ്ട് കാര്യമില്ല, ഞാനിവിടെ നല്ലൊരു സദ്യ തയ്യാറാക്കിയതാ. അപ്പൂപ്പൻ കഴിക്കാത്തത് എന്റെ കുറ്റമാണോ? അമ്പട ഭയങ്കര, ഇവൻ ആള് കൊള്ളാലോ. എന്തായാലും ഇവനെ അങ്ങനെ വിട്ടുകൂടാ, അപ്പൂപ്പൻ മനസ്സിൽ കരുതി. ശരി മോനെ, ഭക്ഷണത്തിന്റെ വിലയും തരാം. അപ്പോൾ എനിക്കിങ്ങോട്ട് 5 ഉറുപ്പിക തന്നാൽ മതി. 5 ഉറുപ്പിക ഞാൻ അങ്ങോട്ട് തരാനോ? നിങ്ങൾ എന്തായി പറയുന്നത്? സത്രമുടമ അപ്പൂപ്പനോട് കയർത്തു. വെറുതെ ഒന്നുമല്ലല്ലോ മോനെ, കഴുതയെ രാത്രി മുഴുവൻ ഉപയോഗിച്ചില്ലേ, അതിനുള്ള വാടകയാണ് 5 ഉറുപ്പിക. ഇതെന്താ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ രാത്രി കഴുത ഉപയോഗിക്കേ? അയ്യേ, ആർക്ക് വേണം നിങ്ങളുടെ കഴുതയെ? സത്രമുടമയുടെ വാക്കുകൾ കേട്ട് അപ്പൂപ്പൻ പറഞ്ഞു, മോനെ, നീ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ നിനക്കുപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ താഴെ കെട്ടിയത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ശരി, അതിന്റെ കൂലി എനിക്ക് കിട്ടണം. സത്രമുടമ ഇനി എന്തു പറയാൻ? അയാൾ മുറിയുടെ വാടക 5 ഉറുപ്പിക മാത്രം വാങ്ങി അപ്പൂപ്പനെ വേഗം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കഥ ഏതായാലും അതിലൊരു സന്ദേശമുണ്ടല്ലേ? അത് ശ്രദ്ധിച്ചാൽ നമുക്കൊക്കെ നല്ല കുട്ടികളാകാൻ പറ്റും. നല്ല കുട്ടികളാവാൻ നല്ല അറിവുണ്ടാവണ്ടേ? അതിനെന്താ ചെയ്യേണ്ടത്? അതിന് തുള്ളി ടിവിയുടെ ന്യൂസ് റിപ്പോർട്ട് കണ്ടാൽ മതി. തുള്ളി ന്യൂസിലേക്ക് സ്വാഗതം. അത്ലറ്റുകളാകാൻ മോഹമുള്ളവരാണ് കുട്ടികൾ. എന്നാൽ സ്കൂളിലെ സ്പോർട്സ് ടീമിൽ പങ്കുചേരാൻ സാധിക്കാത്ത തരത്തിൽ ശാരീരിക പ്രശ്നങ്ങളുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അതിന് പരിഹാരമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇക്കഴിഞ്ഞ ജനുവരി 29-ാം തീയതി ഒരു പ്രഖ്യാപനമുണ്ടായി. കൂടുതൽ വാർത്തകൾ തുള്ളി റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും അതല്ലെങ്കിൽ ആ കുട്ടികൾക്കായി പ്രത്യേക മത്സരം സംഘടിപ്പിക്കണമെന്നുമാണ് പ്രഖ്യാപനം. യുഎസിലെ ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി ഓഫീസ് GAO ആണ് ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയത്. ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിൽ മറ്റൊരു കൊച്ചുമിടുക്കി കൂടിയുണ്ട്, തറ്റ്യാന മക്ഫാഡൻ. പാരാലിമ്പിക് ഗെയിമുകളിൽ നിരവധി തവണ മെഡലുകൾ നേടിയിട്ടുണ്ട് തറ്റ്യാന. ലണ്ടനിൽ വെച്ച് നടന്ന് കഴിഞ്ഞ പാരാലിമ്പിക്കിൽ 3 ഗോൾഡ് മെഡലുകളാണ് ഈ മിടുക്കിക്ക് കിട്ടിയത്. ഇത് ഒരു നല്ല തുടക്കമാകും എന്നത് തീർച്ചയാണ്. ലോകശാസ്ത്രജ്ഞന്മാരുടെ ഒരു അഭിപ്രായത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത വാർത്ത. ഭൂമിയിൽ ചൂട് കൂടുന്നത് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർന്നതിന് കാരണമാകും എന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. സമുദ്രനിരപ്പ് 8 ഇഞ്ച് വരെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് തീരപ്രദേശങ്ങളായ ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്നും അവർ പറയുന്നു. യുഎസിൽ അടുത്തിടെ ഹുറിക്കെയിൻ സാൻഡി വീശിയടിച്ചതുപോലെ പല ആപത്തുകളും ഇനിയും ഉണ്ടാകാമെന്നും അഭിപ്രായമുണ്ടാകുന്നു. പരിസ്ഥിതി മലിനീകരണം, കുറയുന്ന കാടുകൾ, മഞ്ഞുമലകൾ ഉരുകുന്നു, സംരക്ഷിക്കാതെ പോകുന്ന മരങ്ങൾ, ഇതൊക്കെയാണ് ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണം. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. വാർത്തയിൽ നിന്ന് ഇനി വരയിലേക്ക് പോകാം. ഒരു തുള്ളി വര. ഓയ്, വരയ്ക്കാൻ ഞാൻ റെഡി. നിങ്ങൾ റെഡിയോ? എയും ബിയും വരച്ചു കഴിഞ്ഞല്ലേ? എന്നാൽ ഇന്ന് സി തന്നെ വരച്ചു നോക്കാം. ആദ്യം സി ദാ ഇങ്ങനെ ഒന്ന് എഴുതുക. എന്നിട്ട് ഇതാ അതുപോലെ തന്നെ തിരിച്ചും ഒന്ന് വരയ്ക്കുക. ഇനി ഇതൊരു ചെറിയ തണ്ട് ഇങ്ങനെ. ഇനി ഒരു ഭംഗിയുള്ള ഇല വരയ്ക്കാം. ഒരില കൂടി ആവാല്ലേ? ഇപ്പൊ ഇതെന്തായി? ആപ്പിൾ. എങ്ങനെയാ വരയ്ക്കുന്നത് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി നോക്കോളൂ. ആദ്യം നല്ല ഭംഗിയായി സി എഴുതുക. എന്നിട്ട് തിരിച്ചും അതുപോലെ തന്നെ വരയ്ക്കുമ്പോ ഏതാണ്ടൊരു വട്ടം പോലെ ആയില്ലേ? ഇനി ഒരു തണ്ട് വരയ്ക്കുക, പിന്നെ ഒരു ഇല വരയ്ക്കുക. ഒരില കൂടെ വരച്ചാൽ
ഭംഗിയുള്ള ആപ്പിൾ തയ്യാറായി. ഇതിന് നിറം കൂടി കൊടുത്താലോ? സുന്ദരനൊരു ആപ്പിൾ അല്ലേ? പാട്ടാ ഇന്ത്യയെ കുറിച്ചല്ലേ പാടിയത്, അതുകൊണ്ട് തുള്ളിക്ക് ഒരുപാട് ഇഷ്ടായി. പിന്നെ എന്തിനാ തുള്ളി വിളിച്ചെന്നറിയാലോ? കടങ്കഥ ചോദിക്കാനല്ലേ? കടങ്കഥ കേൾക്കാറുണ്ടോ? ഏതൊക്കെ കടങ്കഥ അറിയാവുന്നത്? ഒരു മുറ്റത്ത് 5 കാവൽക്കാർ. ഒരു മുറ്റത്ത് 5 കാവൽക്കാരോ? ഒരു മുറ്റത്ത്. കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. ഓഡി Q3യുടെ വിശേഷങ്ങളുമായി ഹോട്ട് വീൽസ് ഇന്ന് വൈകിട്ട് 6 മണിക്ക്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ TV സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് എക്സിബിഷൻ ഡിജിറ്റൽ ഫ്യൂച്ചറിസ്റ്റിക്സ് ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഡിജിറ്റൽ ഫ്യൂച്ചറിസ്റ്റിക്സ്. പ്രേക്ഷകരുടെ പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഷോ ഈ മേഖലയിലും മാപ്പിളപ്പാട്ട് മേഖലയിൽ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 14-ാം രാവിൽ ഒരു പാനലിൽ അംഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതിലൊരുപാട് നല്ല കഴിവുള്ള കുട്ടികളാണ് പാടുന്നത്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. തീർച്ചയായും എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കും ഉണ്ടാവും. മാധ്യമമേഖലയിൽ പുതിയൊരു സംരംഭം വരുന്നു, മീഡിയ ഓൺ ചാനൽ. ഞാൻ ഈ ചാനൽ എല്ലാവിധ ആശംസകളും നന്മകളും വിജയങ്ങളും നേരുന്നു. ഒരു ദ്വീപിലാണ് പിന്നെ ഞങ്ങൾ കൊണ്ടിറക്കി. വയറു നിറയ്ക്കാനായി മാത്രം പേർഷ്യയിലേക്ക് തുഴഞ്ഞ ലോഞ്ചുകളെ നെഞ്ചുവിരിച്ചു സ്വീകരിച്ച വിശാല തീരമാണിത്. കോർഫുഖാൻ. ഒരു ചെറിയ വെട്ടങ്ങനെ കുറേ അകലെ ഇങ്ങനെ കണ്ടിരുന്നു. അതിനെ ലക്ഷ്യം വെച്ച് കുറേ നടന്നപ്പോൾ ചെന്ന് പെട്ടത് ശരിക്കും കോർഫുഖാൻ പോലീസ് സ്റ്റേഷനിലാണ്. ഈ ചാനൽ കേരളത്തിലെ വളരെയേറെ ജനപ്രീതി കിട്ടുന്ന ഒരു ചാനലായി വളർന്നു വരും എന്നെനിക്ക് യാതൊരു സംശയമില്ല. തുള്ളി വരച്ചു കഴിഞ്ഞാൽ ഇതാ ചങ്ങാതിമാർ കാത്തിരിക്കുന്നുണ്ടേ. കടങ്കഥ ചോദിക്കുന്നില്ലേ? ഓരോ നാടിന്റെയും രസകരവും കുസൃതിയും നിറഞ്ഞ ആശയങ്ങളാണ് കടങ്കഥകൾ. ഇംഗ്ലീഷിൽ ഇതിനെ റിഡിൽസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 6 കുട്ടികളുടെ പേരും ഫോൺ നമ്പറും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യുന്ന ഒരാളെ ഞങ്ങൾ ഫോണിൽ വിളിക്കും. എന്നിട്ട് വിളിച്ച ആളോട് 3 കടങ്കഥകൾ ചോദിക്കും. ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് ഓരോ സ്റ്റാർ ലഭിക്കും. 3 ഉത്തരവും ശരിയായാൽ ഒരു വലിയ സമ്മാനം കിട്ടും. എന്താ, റെഡിയല്ലേ? ഇന്ന് ആരൊക്കെയാണ് മത്സരത്തിൽ പങ്കുചേരുന്നത് എന്ന് നോക്കാം. നന്ദനയാണോ ഇത്? അതെ. നന്ദന, ഇത് ആരാ വിളിക്കണെന്ന് മനസ്സിലായോ? തുള്ളിയാണ്. തുള്ളിയിലേക്ക് കടങ്കഥ മത്സരത്തിൽ പങ്കെടുക്കാൻ പേരയച്ചിരുന്നില്ലേ? ഇന്ന് ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലോക്ക് ചെയ്തത് നന്ദനയാ. നന്ദന, പാട്ട് പാടാൻ ഇഷ്ട?
പാട്ട് പാടാറില്ല, പക്ഷെ പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കുള്ളൂ, പാടില്ല? അതെ, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് തോന്നുന്നു, ഇല്ലേ? ഒന്ന് പാടിക്കേ. സ്കൂളിൽ പഠിപ്പിച്ച ഒരു പാട്ട്. അത് പാടിയാ മതി. ഇന്ത്യ എന്ന നാട് ഞാൻ നാട്, എന്റെ സ്വന്തം നാട്, ചന്ദ്രമാർത്ത നാട്, എന്ന നാട് ഞാൻ പിറന്ന നാട്. പല ജനങ്ങളുണ്ട്, പല മതങ്ങളുണ്ട്, പലരും ഒത്തു ചേർന്ന് പരിഹസിക്കും നാട്. ഇന്ത്യ എന്ന നാട് ഞാൻ പിറന്ന നാട്, എന്റെ സ്വന്തം നാട്, ചന്തമാർന്ന നാട്, നീ എന്ന നാട് ഞാൻ പിറന്ന നാട്. മതിയോ? മതി മതി മതി, നല്ല പാട്ടാ. ഇന്ത്യയെ കുറിച്ചല്ലേ പാടിയത്, അതുകൊണ്ട് തുള്ളിക്ക് ഒരുപാട് ഇഷ്ടായി. പിന്നെ എന്തിനാ തുള്ളി വിളിച്ചെന്നറിയാലോ? കടങ്കഥ ചോദിക്കാനല്ലേ? കടങ്കഥ കേൾക്കാറുണ്ടോ? ഏതൊക്കെ കടങ്കഥ അറിയാവുന്നത്? ഒരു മുറ്റത്ത് 5 കാവൽക്കാർ. ഒരു മുറ്റത്ത് 5 കാവൽക്കാരോ? ഒരു മുറ്റത്ത് 5 കാവൽക്കാർ. അയ്യോ, ഇത് തുള്ളിക്കിട്ടാണോ ചോദ്യം? എന്താ, കൈവിരലാണോ? ആണോ? ആഹാ, അപ്പൊ തുള്ളിയും മിടുക്കിയ അല്ലേ? ശരി, ഒരു കാര്യം ചോദിക്കട്ടെ? കടങ്കഥ ചോദിച്ചു തുടങ്ങട്ടെ? ആദ്യത്തെ ചോദ്യം. പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ. പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ. പെട്ടി പോലുള്ള അമ്മയ്ക്ക്, പെട്ടി പോലെ അമ്മ ഇരിക്കുന്നത്, കുറ്റി പോലുള്ള മക്കൾ. പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ. പെട്ടി പോലെ ഇരിക്കും അമ്മ, അതിനകത്ത് കുറ്റി പോലെ മക്കൾ. അല്ല, ഉണ്ട്, പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. തീ കത്തിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ചകിരിയാണോ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്? ഒന്നുകൂടി ആലോചിച്ച് നോക്കേ. ചകിരി ഉണ്ടോ എങ്ങനെയാ തീ കത്തിക്കുക? തീ കത്തിക്കാനായി നമ്മൾ എന്താ ഉപയോഗിക്കുക? ഉത്തരം. പെട്ടി പോലുള്ള അമ്മയ്ക്ക് കുറ്റി പോലുള്ള മക്കൾ. തീപ്പെട്ടിയുടെ പെട്ടി പോലല്ലേ ഇരിക്കുന്നത്, അതിന്റെ പുറം, അകത്ത് കുറ്റി 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 പോലെ തീപ്പെട്ടി കൊള്ളി. പിടികിട്ടിയോ? അപ്പൊ തീപ്പെട്ടി ഉത്തരം ശരിയായല്ലോ, ഒരു സ്റ്റാർ കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യമേ. രാത്രിയിലെ രാജാവിന് 1000 കണ്ണ്. രാത്രിയിലെ രാജാവിന് 1000 കണ്ണ്. ശരിയാണ്, പെട്ടെന്ന് കിട്ടിയല്ലേ? രാത്രി എന്ന് പറയുമ്പോഴും 1000 എന്ന് പറയുമ്പോഴും പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം കിട്ടും അല്ലേ? ശരി, അപ്പോ 2 സ്റ്റാർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്, ചോദിക്കട്ടെ? ഒരു തൊഴുത്തിൽ 2 വരി വെള്ളക്കുതിര. വെള്ളക്കുതിര. ഒരു തൊഴുത്തിൽ 2 വരി വെള്ളക്കുതിര. പായയോ? പായാണോ പറഞ്ഞേ? വായ. വായാണ്, എന്നാലും വായ്ക്കകത്തുള്ള 2 വരി വെള്ളക്കുതിര. ശരി ഉത്തരം. അപ്പൊ 3 സ്റ്റാറും കിട്ടി. ഓയ് മിടുക്കി. അപ്പൊ സമ്മാനം ഉണ്ടേ, വലിയ സമ്മാനം ഉണ്ട്. 3 സ്റ്റാറും കിട്ടിയില്ലേ? തുള്ളി അപ്പൊ ഇനിയും വിളിക്കൂട്ടോ. കടങ്കഥകളൊക്കെ ധാരാളം പഠിച്ചോളൂ, അപ്പൊ തുള്ളിയോടും ചോദിക്കാലോ. ശരി എന്നാ, ഓക്കേ, ടാറ്റാ. തുള്ളി. കഥ, പാട്ട്, കവിത, അറിവ്, കാഴ്ച, വിനോദം, നല്ല ചങ്ങാത്തം എല്ലാമായി നാളെ ഞങ്ങൾ വീണ്ടും എത്തും.
നിലയ്ക്കാത്ത ജീവതാ നാടോടും വേഗത്തിൻ നാദം കേട്ടാട്ടെ താനിന്നേ തന്നിന്നേ താനേ താനിന്നേ താനിന്നേ തന്നിന്നേ താനേ താനിന്നേ. ഓടി വള്ളമായി കടലറിയാ പാതവക്കിലെ വെയിലറിയാ നാട്ടുനന്മകൾ കാക്കുവാൻ നിറവുനേരുകൾ കാക്കാം കാണാപ്പുറവും കാണും മിഴി വേണ്ടേ കാലത്തിൻ കുറിമാനം വായിച്ചറിയാൻ വാ ലോകത്തിൻ സഞ്ചാരം അറിയാം. കൂട്ടുചേരലിൻ ശ്രുതി പകരാം തോറ്റുപോയവർക്കുയിർ പകരാം വീണു പോകിനും തലകുനിക്കാതെ വാഴും നീതി ഒത്തുചേരാം കാണാപ്പുറവും കാണും മിഴി തേടാം നാടിന്റെ നേരിന്റെ ആഴം കണ്ടാട്ടെ നാടോടും വേഗത്തിൻ നാദം കേട്ടാട്ടെ താനിന്നേ തന്നിന്നേ താനേ താനിന്നേ താനിന്നേ തന്നിന്നേ താനേ താനിന്നേ താനിന്നേ തന്നേ താനേ താനിന്നേ താനിന്നേ തന്നേ താനേ താനിന്നേ. വെൽക്കം ടു ഹോട്ട് ബീറ്റ്സ്. പരസ്പരം കൈകോർത്ത് നിൽക്കുന്ന 4 വളയങ്ങൾ. ഇത് ഏത് വാഹനപ്രേമിയും ആകർഷിക്കുന്ന ഒരു ചിഹ്നമാണ്. ഈ ചിഹ്നമുള്ള വാഹനങ്ങളിലേക്ക് കാറുകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മോഹിക്കുന്നവരുടെ നോട്ടം ഒരിക്കൽ കൂടി പതിയാതിരിക്കില്ല. ഇത് ഓഡി. ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് വാഹനം ഓഡി Q3. ഓഡി കാറിനെ പരിചയപ്പെടുത്തുന്നത് എഫിഷ്യന്റ് ആൻഡ് എക്സ്പ്രസീവ് ആണ്. ഓഡി Q3ൻ്റെ ഡിസൈൻ ശരിക്കും ഒരു ഓഫ് റോഡറാണ്. പക്ഷേ ഇത് തികഞ്ഞൊരു അർബൻ വെഹിക്കിളാണ്. ഓഡി Q3യുടെ ടോർക്ക് 300 Nm ആണ്. അതുകൊണ്ട് തന്നെ 0 to 100 6.9 സെക്കൻഡ്സിൽ കവർ ചെയ്യാൻ സാധിക്കുന്നു. പത്ത് സ്പോക്കോടുകൂടിയ കാസ്റ്റ് അലൂമിനിയം വീലാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് തരം റോഡിലും ഓടിക്കുന്ന സമയത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
ഓഡി Q3യുടെ സ്റ്റിയറിംഗ് വീൽ 4-spoke Q ഡിസൈൻ ആണ്. ഇത് കൂടുതൽ ഗ്രിപ്പ് പ്രദാനം ചെയ്യുന്നു. സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് S-tronic ട്രാൻസ്മിഷൻ. അതാണ് ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏത് നിരത്തിലും വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡ് 230 km/h ആണ്. Xenon Plus ആണ് ഈ വാഹനത്തെ ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. LED ലൈറ്റ് സ്ട്രിപ്പും ഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്രീ ഫോം ടെക്നോളജി വിത്ത് ഗ്ലാസ് കവർ ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുൻഭാഗത്തെ വളരെ മനോഹരമാക്കി. രാത്രികാല യാത്രകളിൽ റോഡ് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ കൂടെ പാർക്ക് ലൈറ്റ് ഫംഗ്ഷനും ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഓഡി Q3യുടെ ഫ്രണ്ട് ഇൻറ്റീരിയർ വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ലെതർ സീറ്റും 2-ടോൺ കളറോട് കൂടിയുമായ ഡാഷ്ബോർഡ് ഉൾവശത്തിന് കൂടുതൽ ഭംഗി നൽകും. ഇതിലെ ഓഡിയോ സിസ്റ്റം മൾട്ടിമീഡിയ ഓഡിയോ സിസ്റ്റമാണ്. 10 സ്പീക്കറും ഒരു സബ്വൂഫറും ഉൾപ്പെടുന്നതുമാണിത്. .5 TFT മോണോക്രോം ഡിസ്പ്ലേ ആണ് ഈ വാഹനത്തിനുള്ളത്. ഇത് ഡ്രൈവർക്ക് വളരെ അനായാസം വീക്ഷിക്കുവാൻ കഴിയുന്നതുമാണ്. Today's programs brought to you by ഭക്ഷ്യവിഭവങ്ങളിൽ ഒരു വിപ്ലവം പാണ്ട ഫുഡ്സ്.
കമ്മീഷൻ ഏജന്റ് ഇല്ലാതെ യഥാർത്ഥ പണിക്കൂലി. ടോപ്കോ സംസം, ബാങ്ക് റോഡ്, കണ്ണൂർ. ഒരു ദ്വീപിലാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുഇറക്കി. വയറു നിറയ്ക്കാനായി മാത്രം പേർഷ്യയിലേക്ക് തുഴഞ്ഞ ലോഞ്ചുകളെ നെഞ്ചുവിരിച്ചു സ്വീകരിച്ച വിശാല തീരമാണിത്. കോർഫുക്കാൻ. ഒരു ചെറിയ വെട്ടങ്ങനെ കുറേ അകലെ ഇങ്ങനെ കണ്ടിരുന്നു. അതിനെ ലക്ഷ്യം വെച്ച് കുറേ നടന്നപ്പോൾ ചെന്ന് പെട്ടത് ശരിക്കും കോർഫുക്കാൻ പോലീസ് സ്റ്റേഷനിലാണ്. വാവൽ സഹോദര, പൊയ്ക്കുള്ളൂ. പോയി നിന്റെ കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും രക്ഷപ്പെടാൻ പറയുക. കൂരയില്ലാത്തവന്റെ വേദന കയ്യേറുന്നവൻ അറിയുന്നേയില്ല. പോകൂ, പോയി രക്ഷപ്പെടൂ. സൃഷ്ടാവേ, നിന്റെ ഓരോ സൃഷ്ടിയും പരിപൂർണമായ കലാസൃഷ്ടികൾ തന്നെ. നീ തന്നെ അവയെ കാത്തുകൊള്ളുക, നീ തന്നെ അവയെ കാത്തുകൊള്ളുക. ഇലക്ട്രോണിക്കലി ഓട്ടോമാറ്റിക്കായി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പാർക്കിംഗ് സിസ്റ്റം, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം AC കൺസോളിൻ്റെ മുകൾ ഭാഗത്തായാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഇത് യഥാക്രമം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഫ്രണ്ട് ഫോഗ് ലൈറ്റ്സ് ഈ വാഹനത്തിൻ്റെ ബമ്പറിൽ മനോഹരമായി തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. പാനോറമിക് ഗ്ലാസ് റൂഫ് 2 വിഭാഗമായാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഉൾഭാഗത്തായി ഇലക്ട്രിക്കലി കൺട്രോൾഡ് സൺബ്ലൈൻഡ് ഉണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തായാണ് ഗ്ലാസ് റൂഫിംഗ് കൊടുത്തിട്ടുള്ളത്. പകൽ യാത്ര ചെയ്യുമ്പോൾ വെയിലിൻ്റെ ഗാഢത മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. $460 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്.
ഈ വാഹനത്തിന്റെ ടേണിംഗ് റേഡിയസ് 11.8 മീറ്റർ ആണ്. ABS, EDL, ESP എന്നിവ വാഹനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു. ടു ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഓഡി Q3 ഉള്ളത്. വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് Q3യുടെ ബ്രേക്കിംഗ് ലൈറ്റിങ്ങിന് നൽകിയിട്ടുള്ളത്. റിവേഴ്സ് ലൈറ്റും ഇതിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നു. Today's programs brought to you by Fast and Healthy Cooking in Dios തന്നെ വേണം. Dios Fine Living. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സെർച്ചായിരുന്നു, ഒരു അന്വേഷണം. പക്ഷെ എനിക്ക് ജയിച്ചതായിട്ട് നോക്കി നോക്കിയിട്ടൊന്നും സംഭവിച്ചില്ല. എനിക്കൊരു പേടിയായിരുന്നു വല്ലതും സംഭവിക്കും. ഗാനരചയിതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നത്തെ സിനിമാ സംവിധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു അനാവശ്യമെന്ന് പറയാൻ പറ്റില്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഒരു ഘടകമാണ്. അല്ലാതെ അയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ brought you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ചേഞ്ചുകളുടെ ഉത്സവം. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പ്രേക്ഷകരുടെ പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഷോ ഈ മേഖലയിലും മാപ്പിളപ്പാട്ട് മേഖലയിൽ ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 14-ാം രാവിൽ ഒരു പാനലിൽ അംഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതിലൊരുപാട് നല്ല കഴിവുള്ള കുട്ടികളാണ് പാടുന്നത്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. തീർച്ചയായും എനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കും ഉണ്ടാവും. ഒരു ദ്വീപിലാണ് പിന്നെ ഞങ്ങൾ കൊണ്ടേ ഇറക്കി. വയറു നിറയ്ക്കാനായി മാത്രം പേർഷ്യയിലേക്ക് തുഴഞ്ഞ ലോഞ്ചുകളെ നെഞ്ചുവിരിച്ചു സ്വീകരിച്ച വിശാല തീരമാണിത്. കോർഫുക്കാൻ. ഒരു ചെറിയ വെട്ടങ്ങനെ കുറേ അകലെ ഇങ്ങനെ കണ്ടിരുന്നു. അതിനെ ലക്ഷ്യം വെച്ച് കുറേ നടന്നപ്പോൾ ചെന്ന് പെട്ടത് ശരിക്കും കോർഫുക്കാൻ പോലീസ് സ്റ്റേഷനിലാണ്.
ഇന്നത്തെ സെഗ്മെൻറ്റ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റേഡിയേറ്റർ ഗ്രിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് നമ്മൾ ശ്രദ്ധിച്ചതിൻ്റെ രണ്ട് ഭാഗത്തും മാനുഫാക്ചറിങ് കൊടുക്കുന്ന ഒരു പേസ്റ്റിംഗ് നമ്മൾ എപ്പോഴും കാണാവുന്നതാണ്. നമുക്ക് ഫ്രണ്ട് ബമ്പർ തന്നെ ശ്രദ്ധിക്കാം. ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ വാഹനമാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ഈ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് പ്രകടമായ മാറ്റങ്ങളുണ്ടാവും. ഒന്നുകിൽ നമ്മുടെ നെറ്റിൻ്റെ സ്ഥാനം തെറ്റിയിരിക്കാം, അല്ലെങ്കിൽ നെറ്റിൻ്റെ കളറ് മാറിയിരിക്കാം, അല്ലെങ്കിൽ സ്പാനർ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമുക്ക് റിയർ ഒരു ക്രാഷ് കാർഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് റേഡിയേറ്റർ മൗണ്ടിങ് ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റുകളിലൊക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റിൻ്റെ സ്ഥാനങ്ങളും അതുപോലെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ച വാഹനമാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പേസ്റ്റിംഗ് ഈ വാഹനത്തിൽ കാണാൻ പറ്റില്ല. യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ പ്രധാനമായും എൻജിൻ സൈഡ് നമ്മൾ നോക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എൻജിൻ ഫൗണ്ടേഷൻ ബ്രാക്കറ്റുകൾ നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. എൻജിൻ ഹെഡിലെ ഭാഗത്ത് ഗ്യാസ്കറ്റിൻ്റെ ഇടയിലൂടെ നമുക്ക് ഓയിൽ ലീക്കിംഗ് കണ്ടൻസ് കാണാൻ പറ്റും. എയർ ഫിൽറ്ററിൻ്റെ യൂണിറ്റ് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ ക്ലിപ്പുകളെല്ലാം ജോയിൻ്റ് ആണോ അല്ലെങ്കിൽ ക്ലിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്തായാലും നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. പവർ സ്റ്റീരിംഗ് വാഹനമാണെങ്കിൽ നമ്മളെപ്പോഴും ഈ ക്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യൂസ്ഡ് കാർ ഷെല്ല് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നൊരു ഏരിയയാണ് ചേസസ് നമ്പർ കൊടുത്തിരിക്കുന്ന ഈ പാനൽ. അതിനോടനുബന്ധിച്ച് തന്നെ എൻജിൻ തൊട്ട് മുകളിലായിട്ട് ഒരു മാനുഫാക്ചറിങ് കൊടുക്കുന്ന ഒരു പാനലുണ്ട്. പാനലിൽ നമുക്ക് ഒരു ചെറിയൊരു പ്ലേറ്റിൽ എൻജിൻ നമ്പർ, ചേസ് നമ്പർ പ്രിൻ്റ് ചെയ്തിരിക്കും. അതിനോടനുബന്ധിച്ച് 2 റിബറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. യൂസ്ഡ് വെഹിക്കിളിൽ സാധാരണ ചിലർ ചെയ്യുന്നൊരു കാര്യമാണ് AC രണ്ടാമത് ചെയ്യുക. അതായത് മാനുഫാക്ചറിങ് വരുന്ന സമയത്ത് AC ഇല്ലാത്ത വണ്ടിയായിരിക്കും. അതിനുശേഷം AC നമ്മൾ കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രകടമായ മാറ്റമാണ് നമ്മൾ ഈ ചേസിനോട്, അതായത് മോണോകോക്ക് ബോഡി ആകുമ്പോൾ ചേസിനോട് ഭാഗത്തിൽ തന്നെ കാണുന്ന ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റായിട്ടുള്ള OLCയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്ലേറ്റ് വാഷേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ യൂസ്ഡ് ചെയ്താലും വാഹനമാകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് AC കാര്യം. AC കംപ്രസർ ലോക്കലായിരിക്കാം, മാനുഫാക്ചറിങ് വരുന്ന കംപ്രസർ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്ര തണുപ്പ് കാര്യങ്ങൾ AC കിട്ടുകയില്ല. ഫ്രണ്ട് ബമ്പറിൻ്റെ എൻഡിലാണ് ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത്. മഡ് ഗാർഡിനോട് ചേർന്ന് തന്നെ കാണുന്നതാണ് മാക്സിമം സ്റ്റഡ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് കഴിഞ്ഞ വാഹനമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ സൈഡ് പാനൽസിൽ വരുന്ന കട്ടിങ്ങുകൾ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് കൊടുക്കുന്ന ആ ഫിനിഷിങ് ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൈഡ് ഡോർസാണ്. സൈഡ് ഡോറിലായിരിക്കും ഏറ്റവും കൂടുതൽ തട്ടൽ മുട്ടൽ ഒക്കെ വരാൻ സാധ്യത. അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, ഡോറ് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ആക്സിഡൻറ്റ്